ഹലോ ഗൈസ്, ഇത് എൻ്റെ സലൂണിൽ ചെയ്തൊരു കളറിങ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കായിട്ട് അതോടെ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഇതെൻ്റെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. അനു എന്നാണ് പേര്. അപ്പോൾ അനു സ്ഥിരമായിട്ട് എൻ്റെ അടുത്ത് ഹെന്നയും ലെയർ കട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആൾക്കൊരു കളർ ചെയ്യണം, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ഇനി കളർ ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി പുള്ളിക്കാരത്തിക്ക് ഡാർക്ക് കളർ എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മജന്ത റെഡ് ആണ് കേട്ടോ അവിടെ കളർ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന കളറ്. അപ്പോൾ അത് മുടി നന്നായിട്ട് വാഷ് ചെയ്ത് ഹെന്ന ചെയ്യുന്ന ആളാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഹെന്ന ചെയ്യുന്ന മുടിയിൽ കളറൊക്കെ പിടിക്കാൻ ഇച്ചിരി പാടാണ്, എങ്കിലും നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തു. ക്രീം അപ്ലൈ ചെയ്തിരിക്കുക, ബോക്സ് സെഷൻ എടുത്താണ് കേട്ടോ നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 15 സ്ട്രിപ്പ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമുക്ക് സലൂണിൽ വീണ്ടും 3 മുടി വെട്ട് വന്നു കേട്ടോ. ഹെയർ കട്ട് വന്നു, ഹെയർ കട്ട് തന്നെയായിരുന്നു അന്ന്. അപ്പോൾ അതിലും ഇളയ ആളുടെ മുടിയാണ് കേട്ടോ ഇത്. അപ്പോൾ കുട്ടി ചെറുതാണ്, എന്നാലും അവൾക്ക് യു കട്ട് ചെയ്താൽ മതി, അധികം മുടി കളയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ മുടി യു കട്ട് ചെയ്തു കിട്ടും. അപ്പോൾ ഞാൻ വാഷൊന്നും ചെയ്തില്ല, കാരണം സ്ട്രൈറ്റും യു ഒന്നും വെട്ടുമ്പോൾ നമ്മൾ വാഷ് ചെയ്യാറില്ല കേട്ടോ. ലെയർ ചെയ്യുമ്പോൾ മാത്രമേ വാഷ് ചെയ്യാറുള്ളൂ. ഇത് രണ്ടാമത്തെ ആളുടെ മുടിയാണ് കേട്ടോ. രണ്ടാമത്തെ ആളുടെ സ്ട്രൈറ്റ് കട്ടാണ് വെട്ടിയത്. പിന്നെ ഇവരുടെ ചേച്ചിയുടെ മുടിയും കൂടി വെട്ടാനുണ്ടായിരുന്നു. അതിന് നല്ല ഹെയർ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, നല്ല ഹെയർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല, ഈ കുട്ടി 7th കേട്ടോ. പക്ഷേ നല്ല മുടിയാണ്. നല്ല അവൾക്ക് അത് ആ പ്രായത്തിൽ അവൾക്ക് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാരണം നല്ല നനവുണ്ടായിരുന്നു. വരത്തിട്ടാണോ എന്തോ എന്നറിയില്ല. പക്ഷെ ഞാൻ നന്നായി വാഷൊന്നും ചെയ്തില്ല. കട്ട് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് അത് ഹെയർ ഡ്രയർ വെച്ചിട്ട് ഉണക്കി കൊടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞു വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ട് മാത്രമേ കെട്ടിവെക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഇവിടെ വന്നപ്പോഴും ആൾ മുടി നന്നായിട്ട് പിന്നി മെടഞ്ഞിട്ടിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ നമ്മൾക്കത് മുടിയിൽ ശരിക്കും പറഞ്ഞാൽ ആ നനവ് നിൽക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും. അപ്പോൾ ആളുടെ മുടിക്കും അതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നന്നായിട്ട് ആഴ്ചയിൽ 2 ദിവസം വാഷ് ചെയ്താലും മതി, നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കിയിട്ട് വേണം കെട്ടിവെക്കാൻ എന്നൊക്കെ പറഞ്ഞ് വിട്ടു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അനുവിൻ്റെ മുടി നന്നായിട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് വാഷ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ആളുടെ മുടി ഞാൻ കുറച്ച് ദിവസം മുന്നേ ലെയർ കട്ട് വെട്ടിയൊരു മുടിയാണ്. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ കിടക്കണ്ടായിരുന്നു. സെറ്റ് ചെയ്തപ്പോൾ ഒന്നുകൂടെ ഭംഗിയായി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ കളറ് വരും കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ, ഹെന്ന ചെയ്ത മുടിയായത്. എനിക്ക് അങ്ങനെ എൻ്റെ ഒരു ഇതിൽ പറയുകയാണ്, ഹെന്ന ചെയ്ത മുടിയിൽ കളറ് പിടിക്കാനും പിന്നെ സ്മൂത്തനിങ് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മറ്റുള്ള പാർലറിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ നമ്മൾ ചോദിക്കുമല്ലോ പലരോടും. അപ്പോൾ പലരോടും ചോദിക്കുമ്പോൾ അവരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഹെന്ന ചെയ്ത മുടിയിൽ നമുക്ക് വേറെ എന്ത് ഹെയർ ട്രീറ്റ്മെൻറ്റ് എടുത്താലും അത്ര പെർഫെക്ഷൻ ആവാറില്ല എന്ന് മറ്റുള്ളവരും പറയണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നോക്കിയേ, അത്യാവശ്യം കളർ അത്ര ഡാർക്കായില്ലെങ്കിലും പിന്നെയെന്ന് വെച്ചത് രാത്രി ആയിട്ടോ, ഒരു 7 മണിയൊക്കെ ആയി. അപ്പോൾ ഇത് പകൽ നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ സാധാരണ പുറത്തു നിന്നാണ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കൽ പതിവ്. പക്ഷെ ഇന്നിപ്പോൾ രാത്രിയായ കാരണം മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ആൾക്ക് ഇഷ്ടമായിട്ടോ, എനിക്കും ഇഷ്ടമായി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആളൊരു 6-7 സ്ട്രിപ്പ് ചെയ്യാനാണ് പറഞ്ഞിരുന്നതെങ്കിലും ഞാൻ എന്തായാലും ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലാവട്ടെ എന്ന് വെച്ചിട്ട് ടോപ്പിൽ നിന്ന് ബോക്സ് സെക്ഷൻ എടുത്തിട്ട് അവിടെ നിന്ന് ഒരു 15 സ്ട്രിപ്പോളം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നേരിട്ട് കാണാൻ എനിക്ക് തോന്നുന്നു ഫോട്ടോയിൽ കാണുന്നതിലും കളർ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. താങ്ക് യു ഫോർ